നമസ്കാരം, ഞാൻ അരുൺ രാജ്. മാക്സിസിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ICSE ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ അതിന്റെ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചപ്പോൾ അതിന്റെ കാര്യങ്ങൾ വെച്ചൊരു ടെസ്റ്റ് പേപ്പർ നടത്തി. അപ്പോൾ ഏകദേശം 2 സെറ്റോളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 സെറ്റോളം ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. അതിലെ സെറ്റ് 2 ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരു അഭിപ്രായം വന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് നല്ല വൃത്തിയായിട്ട് കണ്ടിട്ടില്ല എന്നാണ്. കാരണം ഞാൻ പറഞ്ഞു ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ല സാധാരണ കൂട്ടാനോ കുറയ്ക്കാനോ ഡയറക്റ്റ് ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ആ ഡയഗ്രം വരയ്ക്കാൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയഗ്രം മാത്രം അറിഞ്ഞാൽ മതി, പ്രോബ്ലം എളുപ്പം ചെയ്യാം. പക്ഷേ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് ആ ഓരോ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് കഴിഞ്ഞ സെറ്റ് 2 നിങ്ങൾ ആ ഒരു പേപ്പർ നോക്കിയപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻസ് പോലും സെറ്റ് 2 ഫുള്ള് ഡൗട്ട് എന്ന് പറഞ്ഞാണ് മിക്കവരും എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഫോളോ അപ്പ് ചെയ്യുന്നു, പാടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് പോലും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. കാരണം സെറ്റ് 2 നിങ്ങളുടെ ആൻസർ പേപ്പർ 3 പേരുടെ ആൻസർ നോക്കിയപ്പോൾ ഒരു കുട്ടി മാത്രമേ ഒരാൾ മാത്രമേ അത് അറ്റംപ്റ്റെങ്കിലും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും അതങ്ങനെ ചെയ്തിട്ടില്ല. അതിപ്പോ ആ ഒരു ഇത് മാറ്റണം നിങ്ങൾ. കാരണം അറ്റംപ്റ്റ് എങ്കിലും ചെയ്ത് നോക്കുക. നിങ്ങൾ എപ്പോഴും ആ ഫിഗർ വരയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെയ്തതാണ്. അതിന്റെ ബോട്ടിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനും ബോട്ടിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ടവറിൽ നിൽക്കുന്ന പ്രോബ്ലംസും ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നെയാണ്. പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് ആ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി. അപ്പോൾ കുഴപ്പമില്ല, നമുക്കത് ഒന്നുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തരാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലെ പരിധി നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കും കാണും ഞങ്ങൾക്കും കാണും. പക്ഷെ പരമാവധി ആ ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ടാണ് നമ്മളിവിടെ ഒന്നിൽ കൂടുതൽ തവണ ഞാൻ സാധാരണ പറയാറുണ്ട്. അപ്പൊ അത്രയും എടുത്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് ചുമ്മാ കാണാപ്പാഠം പഠിച്ചു പോകുക, കാണാപ്പാഠ രീതിയിൽ ചെയ്യരുത്. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിൽ എന്താ പറയുന്നത് അത് മനസ്സിലാക്കുക. അതേ രീതി തന്നെ ആ ക്വസ്റ്റ്യൻസ് പറയുന്ന രീതി തന്നെ ഡയഗ്രംസ് ഉണ്ടെങ്കിൽ ഡയഗ്രംസ് വരയ്ക്കാൻ പഠിക്കുക. എങ്ങനെയൊക്കെ ഡയഗ്രാം എളുപ്പത്തിൽ വരയ്ക്കാമെന്ന് ഒരു ക്ലാസ്സുകളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഡയഗ്രംസ് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചപ്പോൾ ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ സെറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ സെറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോർഡിൽ ഞാൻ എഴുതി സമയം കളയുന്നില്ല. കാരണം ഏകദേശം നമ്മളതിന്റെ 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 10ഓളം ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ക്ലാസ്സിൽ പോകത്തില്ല. അടുത്ത ക്ലാസ്സിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ 10ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10ഓളം ക്വസ്റ്റ്യൻസിലാണ് എനിക്ക് തോന്നുന്നു ഒന്ന് കൂടിപ്പോയ ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ടഫ്നെസ് കൂടിയതുള്ളൂ. ബാക്കി എല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സ് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് പോകുന്നത്. പക്ഷേ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കാൻ ക്വസ്റ്റ്യൻസ് വായിച്ച് ഡയഗ്രാം വരയ്ക്കാൻ ഇപ്പോഴും അറിയത്തില്ല എനിക്ക് തോന്നുന്നു. കാരണം ആപ്ലിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വീഡിയോ നല്ല വൃത്തിയായിട്ട് കാണാത്തത് കൊണ്ടാണോ അതോ ഇനി പഠിപ്പിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണോ, എന്തായാലും നിങ്ങൾ ഗ്രൂപ്പിൽ പറയുക, ഞങ്ങൾ അതിന് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി സമയം കളയുന്നില്ല. കാരണം അത്രയും സമയം നമുക്ക് വെറുതെ പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഞാൻ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, നിങ്ങളും പേപ്പർ എടുക്കുക, കൂടെ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണോ ഡൗട്ട് ഉള്ളത് ആ ഡൗട്ട് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അത് തന്നെ അപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് വരുന്ന സമയം, ഇന്നത്തെ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അത് കണ്ടിട്ട് അത് അന്ന് തന്നെ മെസ്സേജ് ഇടുക, ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക, ഇത് സെക്ഷനിലാണ് ഡൗട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഞാൻ ആദ്യമേ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് എടുത്ത് കൈ വെക്കുക. കാരണം ഞാൻ എഴുതിയിട്ടാൽ അത്ര സമയം നിങ്ങൾക്ക് പോത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിക്കാം, ശ്രദ്ധിച്ചോണേ. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഓഫ് എ ഷിപ്പ് വിച്ച് ഈസ് 10 meter above water level. He observes the angle of elevation of the top of a lighthouse as 60 degree and the angle of depression of the base of a lighthouse is 30 degree. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ലൈറ്റ് ഹൗസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എപ്പോഴും നിങ്ങൾ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഫിഗർ വരയ്ക്കാൻ അറിയാത്ത ഒരു കുട്ടിക്ക് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ടാനും അതും ഇത് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾ ആപ്ലിക്കേഷനിൽ ചിന്തിക്കുക. നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ ആണെങ്കിൽ ഓക്കെ. ഫസ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞത്? എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദി ഡെക്ക് ഓഫ് എ ഷിപ്പ്. ഒരു ഷിപ്പിന്റെ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഷിപ്പിന്റെ നമ്മുടെ പ്ലാറ്റ്ഫോം നടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഡെക്ക് ഓഫ് എ ഷിപ്പ് എന്ന് പറയുന്നത്. ആ ഷിപ്പ് എവിടെ നിൽക്കുന്നത്? വിച്ച് ഈസ് 10 meter above വാട്ടർ ലെവൽ. വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ ഇവിടെ വാട്ടർ ലെവൽ കാണുമല്ലോ. വാട്ടർ ലെവലിന് 10 meter മാറിയാണ് എന്തോ ഇരിക്കുന്നത്, ആ ഷിപ്പിന്റെ ഡെക്ക് ഇരിക്കുന്നത്. ഇത് ഷിപ്പാണെങ്കിൽ ഷിപ്പിൽ ഇവിടെ ഡെക്ക് ഇതാന്ന് വെച്ചോ, ഇവിടാണ് ഒരു മാൻ ഇരിക്കുന്നത്. ആ മാൻ ഇവിടെ നിൽക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോണേ. ഇവിടെ ഷിപ്പ് ഉണ്ട്, ഇത് ഷിപ്പാന്ന് വെച്ചു. ഇത് വാട്ടർ ലെവലാണ്. വാട്ടർ ലെവലിൽ നിന്ന് 10 meter മാറിയാണ്, 10 meter പൊങ്ങിയാണ്. അപ്പോൾ സീ വാട്ടർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്.
എബോവ് സീ വാട്ടറിലാണ് ആ മാൻ സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു മാൻ നിൽക്കുക, ഷിപ്പിന്റെ ഡെക്കിൽ നിൽക്കുക. ഇനി എന്താ പറയുന്നത്, ഹി ഒബ്സർവ്സ് ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ്. അപ്പൊ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് സീ വാട്ടർ ലെവല്, അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് മനസ്സിലായി. ആപ്ലിക്കേഷൻ ലെവൽ വരച്ചിട്ട് മാത്രം നിങ്ങൾ മറ്റേ നമ്മുടെ ട്രിഗണോമെട്രി ട്രയാങ്കിൾ റിപ്രസെന്റേഷൻ പോയാൽ മതി. ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ലൈറ്റ് ഹൗസിന്റെ എന്തോ കാണുന്നു, ഈ ലൈറ്റ് ഹൗസ് എങ്ങനെ കാണുന്നത്, ഹി ഒബ്സർവ്സ് ദി ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ ഒക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസിന്റെ ടോപ്പിൽ ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര കാണുന്നു, 60 ഡിഗ്രിയിൽ കാണുന്നു. ദ ആംഗിൾ ഓഫ് എലിവേഷൻ, ലൈറ്റ് ഹൗസ് ഇതാണ്, ലൈറ്റ് ഹൗസിന്റെ ടോപ്പിൽ 60 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു, 60 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. ആൻഡ് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ബേസ് ഓഫ് ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസിന്റെ ബേസ് ഉണ്ടല്ലോ, ലൈറ്റ് ഹൗസിന്റെ ബേസ് എത്ര കാണുന്നു, ഡിപ്രഷനിലാണ് കാണുന്നത്. അപ്പൊ ഡിപ്രഷനിൽ ലൈറ്റ് ഹൗസിന്റെ ബേസ് ഡിപ്രഷനിൽ 30 ഡിഗ്രി കാണുന്നു. ഇത്ര ഞാൻ ജസ്റ്റ് റഫ് വരച്ചതാ, ഇത് ഒറിജിനൽ ട്രയാങ്കുലർ ഫിഗർ അല്ല, ഞാൻ ആപ്ലിക്കേഷൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു 3D പോലെ ലൈറ്റ് ഹൗസ് ഒക്കെ വരച്ച് കാണിക്കുന്നതാണ്. ഇനി എന്താ, ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ്. നമുക്ക് വേണ്ടത് ഈ ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്. ഇത്രയും ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ജസ്റ്റ് ഒന്ന് റഫ് ഫിഗർ വരച്ച് നോക്കിക്കൂടെ. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഇതുപോലെ എങ്ങനെയൊക്കെയാണ്, ഞാൻ എന്താ ഷിപ്പിന്റെ മണ്ടേ നിൽക്കുകയാണ്, വെള്ളത്തിലാണ്, ഷിപ്പിന്റെ ഡെക്കിൽ നിൽക്കുകയാണ്, തൊട്ടെനിക്ക് ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. അപ്പൊ ലൈറ്റ് ഹൗസ് തൊട്ടടുത്തുണ്ടെന്ന് മനസ്സിലായി. ലൈറ്റ് ഹൗസിലോട്ട് ഞാൻ നോക്കുന്നു. എങ്ങനെയാണ് നോക്കുന്നത്, എലിവേഷനിലാണോ ഡിപ്രഷനാണോ, ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെ നോക്കുക. ക്വസ്റ്റ്യൻ എലിവേഷനിലാണോ ഡിപ്രഷനിലാണോ നോക്കുക, എലിവേഷനിലാണെന്ന് മനസ്സിലായി. അപ്പൊ ലൈറ്റ് ഹൗസിൽ നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോകും, ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്, ഷിപ്പുണ്ട്, വെള്ളമുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്, എലിവേഷനിൽ ഇങ്ങനെയാണ് നോക്കുന്നത് മനസ്സിലായി. ഡിപ്രഷനിൽ താഴോട്ട് നോക്കുക. ഇത്രയും നിങ്ങൾക്ക് റഫായിട്ട് വരച്ചുകൂടെ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ട്രയാങ്കിളിലോട്ട് പോർട്രേറ്റ് ചെയ്താൽ മതി. എങ്ങനെ പോകുന്നത്, വാട്ടർ സീ ലെവൽ ബേസ്, അപ്പൊ ബേസ് ഒരു ലൈൻ വരച്ചു, സീ ലെവലിന്റെ വാട്ടർ ബേസ് വരച്ചു. ഇനി എന്താ, ഒരു ഷിപ്പ് നിൽക്കുന്നുണ്ട്. ആ ഷിപ്പ് എന്താ, ഷിപ്പിലെ ഡെക്കിൽ ഒരു മാൻ നിൽക്കുന്നുണ്ട്. അതെങ്ങനെ നിൽക്കുന്നത്, 10 മീറ്റർ മേളിലാണ് മനസ്സിലായി. അപ്പൊ 10 മീറ്റർ ഇവിടുന്ന് ഈ പോയിന്റിലാണ് മാൻ നിൽക്കുന്നത് ഇല്ലേ, 10 മീറ്റർ മേളിലാണ് മനസ്സിലായി. ഇനി എന്തുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പൊ ആ ലൈറ്റ് ഹൗസിന് ഒരു വരയിട്ട് കാണിച്ചു, ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് മാൻ വരച്ചു, 10 മീറ്റർ വരച്ചു, ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എന്താ, ലൈറ്റ് ഹൗസിന്റെ മേളിലോട്ട് ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു, മേളിലോട്ട് ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി. എത്ര ഡിഗ്രി നോക്കി, 60 ഡിഗ്രി നോക്കി, 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി. ഇനി ലൈറ്റ് ഹൗസിന്റെ ബേസ് ഉണ്ടല്ലോ, ബേസിലോട്ട് എത്ര നോക്കി, ലൈറ്റ് ഹൗസിന്റെ ബേസിലോട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ നോക്കി. എത്ര, 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ നോക്കി, വരച്ചു. ഇനി നോക്കെ എത്ര ഇവിടെ ഈ ഇത് ഇവിടെ മാൻ നിൽക്കുന്ന എന്ന പോയിന്റിലല്ലേ, അത് എത്ര മേളിൽ നിൽക്കുന്നത്, 10 മീറ്റർ ആണല്ലോ. അപ്പൊ ഇത് എത്ര, 10 മീറ്റർ ആണെന്ന് മനസ്സിലായി, 10 മീറ്റർ ആണെന്ന് മനസ്സിലായി. ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഇതുപോലെ ഇതിന്റെ നമ്മൾ എന്ത് ചെയ്തു, ട്രയാങ്കിൾ ഫിഗറിലോട്ട് മാറ്റി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കാമെങ്കിൽ പിന്നെ പ്രോബ്ലം ചെയ്യാൻ പാടില്ല. ഇപ്പൊ നോക്കെ, ഒരു മാൻ എന്ന് പറഞ്ഞാൽ എ നിൽക്കുന്ന മാന് 10 മീറ്റർ, സീ ലെവലിൽ നിന്ന് 10 മീറ്റർ മേളിൽ. അതെങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ എന്താ ഈ റഫ് ഫിഗറിലൂടെ ഒന്ന് വരച്ച് നോക്കി. സൈഡിലോട്ട് ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്, ഡെക്ക്, സീ ലെവലിൽ ഷിപ്പ് നിൽക്കുന്നത്, ഷിപ്പിലെ ഡെക്കിൽ മാൻ നിൽക്കുന്നത്, ലൈറ്റ് ഹൗസിലോട്ട് നോക്കുന്നു. അപ്പൊ ഈ ലൈറ്റ് ഹൗസ് ഒക്കെ ആണെങ്കിൽ ഇത് പേര് കൊടുക്കുക, എ ബി സി ഡി. ഇനി ഒന്നും കൊടുക്കാമല്ലോ, എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇത്രയും നമ്മൾ ഈ ഫിഗറിൽ നിന്നാണ് ഇങ്ങോട്ട് വരച്ചത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇത് വരച്ചു വെക്കാതെ റഫിലോട്ട് സൈഡിലോട്ട് ഇങ്ങനെയാണ് 3D ഒന്ന് വരച്ച് നോക്കുക. നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ, ഷിപ്പിൽ മണ്ടേ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് വരച്ച് നോക്കുക. ഇത് വരച്ചാൽ പിന്നെ ഇത് വരയ്ക്കാൻ പാടുണ്ടോ, ഇത് വരയ്ക്കുകയാണെങ്കിൽ പിന്നെ പ്രോബ്ലം ചെയ്യാൻ ഒരുപാടില്ല, പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് തീർക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ചു. 10 മീറ്റർ ക്വസ്റ്റിൽ തന്നെയാണ്. എ ഡിയും സി ബിയും സെയിം ആണ്. അപ്പൊ അത് 10 മീറ്റർ വരച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അറിഞ്ഞിടാത്ത സെക്ഷൻ എ സി ആണ്. എ സിയെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പൊ എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി, എ ബി കണ്ടുപിടിക്കാൻ 10 + x ചെയ്താൽ മതി. അത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി ഉള്ള വാല്യൂ ഏതാ, 10 മീറ്റർ ഉണ്ട് ഇല്ലേ, 10 മീറ്റർ ഉണ്ട്. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര, ഇതും 30 ഡിഗ്രി തന്നെയാണല്ലോ, ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ 10 ഉണ്ടല്ലോ, എ ഡി എന്ന് പറഞ്ഞ 10 ഉണ്ട്. അപ്പൊ നമുക്ക് എ ബി ഈ ഡി ബി ഡി കണ്ടുപിടിച്ചൂടെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ട് എ ബി ഡി ട്രയാങ്കിൾ, ശ്രദ്ധിച്ചോണേ, ട്രയാങ്കിൾ എ ബി ഡി വെച്ചിട്ട്, എ ബി ഡി വെച്ചിട്ട് എന്താ കണ്ടുപിടിക്കാം, ബി ഡിയും കണ്ടുപിടിച്ചൂടെ. ബി ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഏത് ട്രയാങ്കിളാണ് വരുന്നത്, എ ബി ഡി ട്രയാങ്കിൾ, ഇൻക്ലൂഡ് ആംഗിൾ 30. അപ്പൊ ഇത് ഓപ്പോസിറ്റ്, ഇതെന്താ അഡ്ജസന്റ്. അപ്പൊ ഏത് ആംഗിൾ, tan 30, tan 30 degree is equal to opposite 10 divided by എന്താ, ബി ഡി. അപ്പൊ ബി ഡി എന്ത് വരും, ബി ഡി is equal to 10 divided by tan 30. അപ്പൊ ബി ഡി is equal to 10 divided by എന്താ, tan 30. അപ്പൊ നമുക്ക് tan 30 എന്ന് പറയാം എത്ര, tan 30 1/√3. അപ്പൊ ഈക്വൽ ടു 10 divided by
1/√3. 10 ഡിവൈഡ് ബൈ 1/√3 എത്ര? 10√3. 10√3 10 മീറ്റർ ആണെങ്കിൽ 10√3 മീറ്റർ. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ബി മുതൽ ഡി വരെ എത്ര കണ്ടുപിടിച്ചു? 10√3 മീറ്റർ എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഈ ബി ഡി തന്നെയാണല്ലോ എ സി. നോക്കിയാൽ ബി ഡി തന്നെയാണ് എ സി. അപ്പൊ എ സിയുടെ വാല്യൂ എത്ര എന്ന് എഴുതാം? 10√3 എന്ന് എഴുതാം. ഓക്കെ, ബി ഡി തന്നെയാണ് എ സി. അപ്പൊ 10√3 എന്തോ എഴുതാം? എ സി എഴുതാം. അപ്പൊ ഇനി ആ 10√3 കിട്ടി. അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്നുള്ളതാണ്ടേ. അപ്പൊ ഇവിടെ എ ഇവിടെ എ ആണ് വിളിച്ചതില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ പേര് മാറ്റി നമുക്ക് ABCD E എന്ന് വിളിക്കാം ഇല്ലേ, കുഴപ്പമില്ല. പേര് മാറ്റി E എന്ന് വിളിച്ചു. നോക്കേ, AC ഈ ട്രയാംഗിൾ എടുത്തു. ട്രയാംഗിൾ ACE എടുത്തു. നോക്കേ, ട്രയാംഗിൾ AC എടുത്തു. ട്രയാംഗിൾ AC യിൽ നമുക്ക് ഏത് സൈഡ് അറിയാം? ട്രയാംഗിൾ AC നമുക്ക് X ആ വേണ്ടത്. അപ്പൊ നമുക്ക് ആ 60 ഉണ്ട്, ഒരു സൈഡ് 10√3 അറിയാം. ഓക്കെ, 60 ഉണ്ട്, 10√3 ഉണ്ട്. ഇതിപ്പോ ഓപ്പോസിറ്റ് അല്ലേ, ഇത് ഈ ആംഗിളിന്റെ അഡ്ജസന്റ് അല്ലേ. അവിടെ ടാൻ എടുത്തു. tan 60 is equal to opposite X divided by adjacent 10√3. tan 60 എത്ര നമുക്കറിയാം? tan 60 എന്ന് പറയപ്പെടുന്നത് √3. അപ്പൊ √3 is equal to X divided by 10√3. എന്താ? X divided by 10√3 ഇല്ലേ. tan 60 is equal to X divided by 10√3. അപ്പൊ X അല്ലേ വേണ്ടേ? X is equal to 10√3 into √3. 10√3 into √3. √3 into √3 3 ഇല്ലേ. √3 into √3 3. 3 into 10 3 into 10 30. അപ്പൊ X is equal to 30 മീറ്റർ. അപ്പൊ X എന്താ കിട്ടി? 30 മീറ്റർ കിട്ടി. നമുക്ക് എന്താ വേണ്ടേ? ബി മുതൽ ഇ. അപ്പൊ BE എത്ര? ലൈറ്റ് ഹൗസിലെ ദൂരമല്ലേ BE. BE is equal to EC plus BC. EC ഇപ്പൊ എത്ര കണ്ടുപിടിച്ചു? EC ആണ് X എന്നറിയപ്പെടുന്നത്. അപ്പൊ 30 പ്ലസ് ബി മുതൽ സി 10. 30 പ്ലസ് 10 എത്ര? 40 മീറ്റർ ആണ് ലൈറ്റ് ഹൗസിന്റെ ദൂരം. ഒന്നുമില്ല, സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നിങ്ങൾ ചുമ്മാ ഡൗട്ട് അടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ നോക്ക്, ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ പോരെ. ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ചുമ്മാ ടാൻ എടുത്ത് കളിച്ചു, എല്ലായിടത്തും ടാൻ എടുത്ത് കളിച്ചാൽ മാത്രം മതി. ടാൻ എടുത്ത് നോക്കുക, ഉത്തരം കിട്ടുക. പിന്നെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് സം ചെയ്യുക. നിങ്ങൾ ഈ ഫിഗർ മാത്രം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴും ഒറ്റ ക്വസ്റ്റ്യൻസ് മാത്രം, അല്ലെങ്കിൽ ഒരു ആംഗിൾ വരുന്ന മാത്രം ചെയ്ത് ശീലിക്കുന്നതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക. നിങ്ങൾക്ക് ICSE ആ എക്സസൈസിൽ ഇപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും ചാപ്റ്റർ വേണ്ട സെക്ഷൻസ് കുറച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫിഗർ വരയ്ക്കാൻ നോക്കുക. ഫിഗർ വരച്ചാൽ മാത്രം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഫിഗർ കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഫിഗർ വരച്ച് കറക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഒരു മാൻ നിൽക്കുന്നു, ഷിപ്പിന്റെ ഡെക്കിൽ നിൽക്കുന്നു. 10 മീറ്റർ സീ ലെവലിൽ നിന്ന് 10 മീറ്റർ മേളിലാന്ന് പറഞ്ഞു. എന്നിട്ട് ആംഗിൾ ഓഫ് എലിവേഷൻ, ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലോട്ട് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി. ലൈറ്റ് ഹൗസിന് ഒരു ബേസ് ഉണ്ട്, 30 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി. അതിന് നമ്മൾ എന്ത് ചെയ്തു? ട്രയാംഗിൾ റെപ്രസെന്റേഷനിലോട്ട് മാറ്റി അതിന്റെ കറസ്പോണ്ടിങ് ആൻസറിലോട്ട് എഴുതി. ഒന്നും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൊത്തം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുക, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് കൊയിലുണ്ട്, അപ്പൊ അതിന്റെ ആൻസർ എഴുതി പോവുക. തന്നെ ചെയ്ത് ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പിൽ പറയാം, സാർ ഇന്ന സ്റ്റെപ്പ് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ അതിന്റെ ആൻസർ അപ്പൊ തന്നെ പറയുന്നതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതി സമയം കളയാത്തത്. കാരണം ബോർഡിൽ എഴുതി അത്രയും സമയം നമുക്ക് വെറുതെ പോത്തേ ഉള്ളൂ, അത്രയും സ്പേസും നഷ്ടമാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദി ബാങ്ക് ഓഫ് എ റിവർ. ഒരു നദിയുടെ തീരത്ത് ഒരാൾ നിൽപ്പുണ്ട്. ഒബ്സർവ്സ് ദാറ്റ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ട്രീ. അങ്ങനെ അയാൾ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? ഒരു ട്രീയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് നോക്കുന്നത്? ഓഫ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദ ഓപ്പോസിറ്റ് ബാങ്ക് ഈസ് 45 ഡിഗ്രി. 45 ഡിഗ്രിയിലാണ് നിങ്ങൾ നോക്കുന്നത്. ആ ട്രീ എവിടെ നിൽക്കുന്നത്? ഈ കരയുടെ മറുവശത്താണ് നിൽക്കുന്നത്, അപ്പുറത്ത് നദിയുടെ അപ്പുറത്തെ തീരത്താണ് നിൽക്കുന്നത്. when he moves 20 meter away from the bank, തീരത്ത് നിന്ന് 20 മീറ്റർ മാറിയപ്പോൾ he finds the angle of elevation to be 30 degree. എന്താ മാറി? ആംഗിൾ ഓഫ് എലിവേഷൻ 45 നിന്ന് 30 ഡിഗ്രിയിലോട്ട് മാറി. എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ ട്രീ. അപ്പൊ നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ ഒരു നദിക്കരയുടെ മുമ്പ് നിൽക്കുകയാണ് ഇല്ലേ, ഒരു നദിയുടെ ബാങ്ക് ഇല്ലേ, നദിയുടെ ബാങ്കാന്ന് വെച്ചോ. നദി ഒഴുകുകയാണ്, ഞാൻ നദിക്കര ഇങ്ങനെ പോയി നിൽക്കുകയാണ്. ഒരാൾ ഇവിടെ നദിക്കരയിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ്. ഇവിടാണ് നദിക്കര എന്ന് മനസ്സിലായി. അപ്പൊ 3D ഫിഗർ വരയ്ക്കാൻ പറയും നോക്കുക. ഇവിടെ നദിക്കരയിൽ ഒരാൾ നിൽക്കുക. ഇയാൾ എന്തോ കാണുന്നു? അപ്പുറം നിൽക്കുന്ന ഒരു മരം കാണുന്നുണ്ട്. അപ്പുറം ഇവിടെ ഒരു മരം കാണും. ഇവിടെ നദിക്കര നിൽക്കുകയാണ്, അപ്പുറത്തൊരു മരം കാണുന്നുണ്ട്, ഇവിടെ ഒരു മരം കാണുന്നുണ്ട്.
നദിക്കര നിൽക്കുന്നത്. ഞാനിപ്പോൾ സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ വെച്ച് വരയ്ക്കുന്നുണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പുറം ഒരു മരം കാണുന്നുണ്ട്. ഈ മരത്തിന്റെ മേളിലോട്ട് ഇങ്ങനെ അയാൾ നോക്കുന്നുണ്ട്. മരത്തിന്റെ മേളിലോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ ഓഫ് എലിവേഷനിലാണ് അയാൾ മരത്തിന്റെ മേപ്പോട്ട് നോക്കുന്നത് ഇല്ലേ? അത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഞാനിവിടെ നദിയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ അപ്പുറം ഒരു മരം കാണുന്നുണ്ട്, അപ്പൊ മരത്തിന്റെ മേളിലോട്ട് നോക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, അയാള് എന്തോ ചെയ്തു, 20 മീറ്റർ തീരത്തിൽ നിന്ന് മാറി. 20 മീറ്റർ തീരത്തിൽ നിന്ന് മാറി. അപ്പൊ തീരത്തേക്കാണ് 20 മീറ്റർ ബാക്കിലോട്ട് മാറി. ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ട് എന്ത് നോക്കുന്നു, പിന്നെയും മരത്തിന്റെ മേളിലോട്ട് പോകുന്നു. അപ്പൊ മരത്തിന്റെ മേളിലോട്ട് ഇപ്പൊ നോക്കുന്നത് എന്തില്ല, 45 ഡിഗ്രിയിലാണ് ഇപ്പൊ മരത്തിന്റെ മേപ്പോട്ട്. ആദ്യം 45 ഡിഗ്രി ആയിരുന്നു, ഇപ്പൊ നോക്കുന്നത് മാറി 30 ഡിഗ്രിയിലോട്ട്, മരത്തിന്റെ മേലോട്ട് പോകുന്നത് 30 ഡിഗ്രിയിലോട്ട് മാറി. ഇനി എന്താ കണ്ടുപിടിക്കണം, ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസിലുള്ളത്. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് വരയ്ക്കുക. നോക്ക്, ഞാൻ ഒരു ബേസ് എപ്പോഴും വരയ്ക്കുമ്പോൾ ഒരു ബേസ് വേണമല്ലോ. ഒരു ബേസ് വരച്ചു വെച്ചു. അപ്പൊ ഈ എൻഡാണ് ഈ റിവറിന്റെ അങ്ങേയശം എന്ന് വിചാരിക്കുക. അവിടെ എന്തോ നിൽക്കുന്നു, ഒരു ട്രീ നിൽക്കുന്നില്ലേ. ആ ഒരു ട്രീ വരച്ചു. ഒരു ട്രീ നമ്മൾ വെർട്ടിക്കൽ ലൈനായിട്ടല്ലേ വരയ്ക്കുന്നത്, ഹൈറ്റ് ഉള്ളത്. ട്രീയെ വരച്ചു. ഒരു ട്രീ വരച്ചു. അയാള് ആദ്യം എവിടെ നിൽക്കുന്നത്, ഇതാ ഇവിടെ ആയിരുന്നു ഫസ്റ്റ് നിന്നത്. ഇത് നദിയായിരുന്നു. നദിയുടെ രണ്ട് വശമാണല്ലോ, നദിയാണ്. നദിയുടെ രണ്ട് വശം. ഒരു വശത്ത് എന്തോ വയ്ക്കുന്നു, ട്രീ നിൽക്കുന്നു. അയാൾ ആ ട്രീയിലോട്ട് ഇങ്ങനെ നോക്കിയത് 45 ഡിഗ്രിയിലാണ്. 45 ഡിഗ്രിയിലാണ് ആ ട്രീയിലോട്ട് ആദ്യം നോക്കിയത് ഇല്ലേ. 45 ഡിഗ്രിയിലാണ് ആ ട്രീയിലോട്ട് നോക്കിയത്. എന്നിട്ട് അയാൾ എന്തോ ചെയ്തു, ആ പൊസിഷനിൽ നിന്ന് ആദ്യം എ നിൽക്കുകയായിരുന്നു. ആ തീരത്ത് നിന്ന് 20 ഡിഗ്രി, 20 മീറ്റർ, എത്ര മീറ്റർ നോക്കാം, ക്വസ്റ്റ്യൻ 20 മീറ്റർ ബാക്കിലോട്ട് മാറി. അപ്പൊ 20 മീറ്റർ ബാക്കിലോട്ട് മാറി. എവിടെ വന്നു, ബി എന്ന പൊസിഷനിൽ വന്നു. 20 മീറ്റർ ബാക്കിലോട്ട് മാറി ബി എന്ന പൊസിഷനിൽ വന്നു. ഇനി എന്താ, 20 മീറ്റർ ബാക്കിലോട്ട് മാറിയപ്പോൾ ട്രീയുടെ ടോപ്പിൽ എത്ര കാണുന്നത്, 30 ഡിഗ്രിയിലാണ് അയാൾ ഇനി കണ്ടത്. ഓക്കെ, ട്രീയുടെ ടോപ്പ് ഇനി കണ്ടത് 30 ഡിഗ്രിയിലാണ് കണ്ടത്. 45 ഡിഗ്രി ആയിരുന്നു, 40 ഡിഗ്രിയിൽ നിന്ന് ബാക്കിലോട്ട് 20 മീറ്റർ മാറി. ഇപ്പൊ കാണുന്നത് 30 ഡിഗ്രിയിലോട്ടാണ് കാണുന്നത്. ഓക്കെ, എ ബി സി ഡി പേര് കൊടുത്ത് നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ട്രീയുടെ ഹൈറ്റ്. ഇതല്ലേ ട്രീ നിൽക്കുന്നത്. ട്രീയുടെ എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റിനെ എച്ച് എന്ന് വിളിച്ചു. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ എന്തോ തന്നിട്ടുണ്ട്, ഇപ്പൊ എ ബി സി ഡി നമ്മൾ പേര് കൊടുത്തു. നമുക്ക് ഇനി ഹൈറ്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇതൊക്കെ ഈ എ ബി എന്ന് പറഞ്ഞൊരു അളവ് മാത്രമല്ലേ ഉള്ളൂ. എ ഡി നമുക്ക് അറിഞ്ഞുകൂടാത്ത നമ്മൾ എന്ത് വിളിച്ചു, എക്സ് എന്ന് വിളിച്ചു. അറിഞ്ഞുകൂടാത്തല്ല നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഇനി നമുക്ക് അറിയാവുന്ന അളവ് വെച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഫിഗർ വരച്ചു. അപ്പൊ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വരയ്ക്കുക. അത് ആപ്ലിക്കേഷനിൽ ചിന്തിച്ചാൽ മാത്രം മതി. ചുമ്മാ ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പാടാനൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. തൊട്ട് മുമ്പത്തെ വീഡിയോ ക്ലാസ് കാണുക. ആ വീഡിയോ ക്ലാസ് കാണാത്തതിന്റെ കുഴപ്പമാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത്. വലിയ ടഫ്നെസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ഇത്. അപ്പൊ നമ്മൾ എന്താ വരച്ചു, ക്വസ്റ്റ്യൻ, എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദി ബാങ്ക് ഓഫ് എ റിവർ. ഒരു നദിയുടെ തീരത്ത് ഒരാൾ നിൽക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റിൽ ഒരു മരമുണ്ട്. ആ മരത്തെ ആംഗിൾ ഓഫ് എലിവേഷനിൽ 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി 20 മീറ്റർ ബാക്കിലോട്ട് അയാൾ വന്നു. അപ്പോൾ 20 മീറ്റർ ബാക്കിലോട്ട് വന്നപ്പോൾ ആ ട്രീയുടെ ഇനി ടോപ്പ് കാണുന്നത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിന്റെ എല്ലാം മാർക്ക് ചെയ്തു. 20 മീറ്റർ മാർക്ക് ചെയ്തു. ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട എച്ച് എന്ന് വിളിച്ചു. എക്സ് ഇവിടെ നിന്ന് വിളിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ഇനി എക്സും കണ്ടുപിടിച്ചാൽ മാത്രമേ എച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ഓക്കെ, എക്സ് ഉൾപ്പെടുന്ന ട്രയാങ്കിൾ ഏതാ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാ, ബി സി ഡി അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എടുത്തു, ട്രയാങ്കിൾ ബി സി ഡി. ഓക്കെ, ട്രയാങ്കിൾ ബി സി ഡി എടുത്തു. ട്രയാങ്കിൾ ബി സി ഡിക്ക് അത് നമുക്ക് എന്ത് എഴുതാം, ഓക്കെ, ബി സി ഡി ആണ്. ബി സി ഡിക്ക് അത് ഇൻക്ലൂഡ് ആംഗിൾ എത്ര, 30 ഡിഗ്രി. ഹൈറ്റ് എത്ര, എച്ചിന്റെ ഹൈറ്റ് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ റഫ് വരയ്ക്കാം. ബി സി ഡി അല്ലേ പോന്നെ, ബി സി ഡി അല്ലേ പോന്നെ. ബി സി ലെങ്ത് എത്ര, 20 പിന്നെ പ്ലസ് എക്സും, 20 പ്ലസ് എക്സും. പിന്നെ ആരുണ്ട്, ഡി സി എത്ര, എച്ച്, ഇൻക്ലൂഡ് ആംഗിൾ 30 ഡിഗ്രി. അപ്പൊ നമ്മൾ പഴയ കണക്ക് തന്നെ ഏതാ, ടാൻ 30 എടുത്തു. ടാൻ 30 is equal to എച്ച് ഡിവൈഡഡ് ബൈ 20 പ്ലസ് എക്സ് എഴുതി. ടാൻ 30 ഇത്ര 1/√3. 1/√3 is equal to എച്ച് ഡിവൈഡഡ് ബൈ 20 പ്ലസ് എക്സ്. ചുമ്മാ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചു. അപ്പൊ 20 പ്ലസ് എക്സ് ഈക്വൽ ടു h√3. ഇത്രയും ചെയ്ത് നമ്മൾ അവിടെ വെച്ചു. കാരണം ഒന്നും ചെയ്യാനില്ലല്ലോ, എക്സ് അറിഞ്ഞൂടാ, എച്ച് അറിഞ്ഞൂടാ. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ അവിടെ അതുപോലെ എഴുതി വെച്ചു. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കി. രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണേ. ഇവിടെ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വന്നു. ഇനി രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാ ഉള്ളത്, എ സി ഡി. രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാ, ട്രയാങ്കിൾ എ
സി ഡി, രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ എ സി ഡി. എ സി ഡി അതിന്റെ എന്ത് എടുത്തു? ടാൻ എടുത്തു. ടാൻ 45. ടാൻ 45 is equal to opposite by adjacent. എന്താ? h divided by x. ടാൻ 45 ന്റെ വാല്യൂ നമുക്കറിയാം എത്ര? 1 ആണ്. ഈക്വൽ ടു h by x. അതുകൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ x is equal to h എന്ന് വന്നല്ലോ, രണ്ടാമത്തെ ഇക്വേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? x h ന് തുല്യാന്ന് വന്നു. x h ന് തുല്യാന്ന് വന്നു. അപ്പൊ x ന് h ന് തുല്യമാണെങ്കിൽ ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കാം? h ഇട്ട് കൊടുക്കാം ഇല്ലേ? x h ന് തുല്യമാണെങ്കിൽ ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കാം? h ഇട്ട് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. 2 എടുത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ x ന്റെ സ്ഥാനത്ത് h ഇട്ട് കൊടുക്കുക. 20 plus h equal to h root 3. എന്താ? 20 plus h is equal to h root 3. ഇനി h എടുത്ത് അപ്പുറം കൊണ്ടുപോവുക. അപ്പൊ 20 equal to h root 3 minus h. 20 equal to h root 3 minus h. അപ്പൊ 20 is equal to h കോമൺ എടുക്കുക. ബാക്കി എന്ത് വരും? root 3 minus 1. h കോമൺ എടുത്തപ്പോൾ root 3 minus 1. അപ്പൊ h is equal to എന്ത് വരും? ഇങ്ങോട്ട് എഴുതുകയാണ്, അല്ല ഇവിടെ തന്നെ എഴുതാം. h is equal to 20 divided by root 3 minus 1 meter. ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. root 3 നമുക്കറിയാം 1.73 എന്ന് 1 കുറയ്ക്കുക, 20 ഡിവൈഡ് ചെയ്യുക. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ, h കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഫിഗർ വരയ്ക്കാത്തതുകൊണ്ടല്ലേ ക്വസ്റ്റ്യൻസ് പാടാന്ന് മനസ്സിലാവുന്നത്. ഫിഗർ ക്വസ്റ്റ്യൻസ് വായിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ എന്ത് ഇത്ര പാടൊന്നും ഇല്ല. ഇത് എഴുതാൻ ആർക്കും പാടില്ല. ട്രയാങ്കിൾ എഴുതാൻ അറിയാമെങ്കിൽ ഇത്ര എഴുതാൻ എല്ലാവർക്കും അറിയാം. ഇവിടെ ട്രയാങ്കിൾ എഴുതാൻ അറിയാമെങ്കിൽ ഇത്ര എഴുതാൻ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫിഗർ വരയ്ക്കാൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ വീഡിയോ ക്ലാസ് നല്ലോണം കാണുക. അല്ല ഞാൻ ചുമ്മാ ബോർഡിൽ എഴുതുന്നത് അതുപോലെ ബുക്കിൽ കോപ്പി ചെയ്യാതെ വീഡിയോ ക്ലാസ് നല്ലോണം കണ്ട് ഫിഗർ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവുക. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഒന്നുമില്ല, നമ്മൾ എളുപ്പത്തിൽ ചെയ്തു. ഒന്നും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഫിഗർ വരച്ചു, ഫിഗറിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് മനസ്സിലായി വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ കയ്യിലുണ്ട്. ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു പേപ്പറിൽ തന്നെ ചെയ്തു വെക്കുക. അപ്പോൾ ചെയ്യുന്നിടയ്ക്ക് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പിന്നെയും ഗ്രൂപ്പിൽ പറയുക. എവിടെ തെറ്റുള്ളത് നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. മൊത്തം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ക്ലാസ്സിലൂടെ തീർക്കണം. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നിങ്ങളുടെ സെറ്റ് ടു ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ആദ്യത്തെ 2 ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആംഗിൾസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വന്നത്, ചെയ്യാൻ പറ്റാഞ്ഞത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 60 meter ഹൈ, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ഫൂട്ട് ഓഫ് അനദർ ബിൽഡിംഗ് ആർ ആൽഫ ആൻഡ് ബീറ്റ. നിങ്ങൾക്ക് ആൽഫയും ബീറ്റ തന്നുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബിൽഡിംഗിന്റെ ടോപ്പിൽ നിന്ന്, അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് എന്താ നോക്കുന്നത്? മറ്റൊരു ബിൽഡിങ്ങിലോട്ട് നോക്കുന്നു. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 60 meter ഹൈ, 60 meter ഹൈ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ഫൂട്ട് ഓഫ് അനദർ ബിൽഡിംഗ്, മറ്റൊരു ബിൽഡിങ്ങിന്റെ ഇതേപോലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ആംഗിൾസിലാണ് ചെയ്തത്. മറ്റൊരു ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് ആംഗിൾ ഓഫ് എലിവേഷനിൽ ഒന്ന് നോക്കുന്നു, ബോട്ടത്തിലോട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷനിലും നോക്കുന്നു. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്ന ആംഗിൾ ആൽഫ എന്നായി പോയി. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. ആൽഫ എന്നുമായി പോയി. ഡിപ്രഷനിലോട്ട് നോക്കുന്നത് ബീറ്റ എന്നുമായി പോയി. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് സെക്കൻഡ് ബിൽഡിംഗ്, രണ്ടാമത്തെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ടോട്ടൽ, ഈ രണ്ടാമത്തെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആയ എച്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് വന്നത്. ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ മതി. ഇവിടെ ആംഗിൾസ് ഒന്നുമില്ല, ആൽഫ ബീറ്റ എന്നാണ്. അപ്പോൾ ഉത്തരത്തിൽ എന്ത് വരും? ആൽഫയിൽ നിന്ന് ബീറ്റ എന്ന് വരും. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് ബീറ്റ ആണെങ്കിൽ നമുക്കറിയാം ഇത് എന്ത് തന്നെ ബീറ്റ എന്നറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി ഇ ഇല്ലേ? എ ബി സി ഡി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഇ. അതിനകത്ത് എ ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60 meter. എ ബി 60 meter. അപ്പൊ ഡി ഇ എത്ര? ഡി ഇ, ഡി മുതൽ ഇ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സി ഇ. അപ്പൊ എ ബി 60 meter ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ എ ബി തന്നെയാണല്ലോ ഡി, ഇതാണ്ട് പാരലൽ ആണല്ലോ. അപ്പൊ ഡി ഇ എന്താ? 60 meter. തൊട്ട് മുമ്പേ ഇതുപോലെ നമ്മൾ ആംഗിൾസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ സ്പീഡപ്പ് ആക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, എ ബി ഇ എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. അപ്പൊ ട്രയാംഗിൾ എന്താ? എ ബി ഇ എടുത്തു. നമ്മൾ എന്താ ചെയ്യുന്നത്? ബീറ്റ ഉണ്ട്, ആംഗിൾ ഇൻക്ലൂഡ് ആംഗിൾ ബീറ്റ ഉണ്ട്. അപ്പൊ നമ്മൾ ടാൻ ബീറ്റ എടുക്കും.
ടാൻ ബീറ്റ. ടാൻ ബീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഏതാ? എ ബി അല്ലേ ഓപ്പോസിറ്റ്. എ ബിയുടെ വാല്യൂ എന്താ? 60. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസെന്റ് എന്താ? എ ഇ നമുക്ക് അറിയത്തില്ലല്ലോ, അപ്പൊ എ ഇ അതുപോലെ ഇടുക. അറിഞ്ഞൂടാത്തുണ്ടെങ്കിൽ അതുപോലെ ഇടുക. അപ്പൊ എ ഇ എഴുതി. ഇനി എ ഇ സീക്വൽ ടു എന്താന്ന് എഴുതുക? എ ഇ അറിഞ്ഞുകൂടാ, അപ്പൊ എ ഇ സീക്വൽ ടു 60 ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. ടാൻ ബീറ്റ ക്വസ്റ്റിൽ ഒന്നും തന്നിട്ടില്ല, അപ്പൊ ടാൻ ബീറ്റ തന്നെ കിട്ടും. അപ്പൊ എ ഇ നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 60 ബൈ ടാൻ ബീറ്റ ആണ്. അപ്പൊ എ ഇ തന്നെയാണ് എന്തോന്ന് പറയുന്നത്? ബി ഡി. രണ്ട് പാരലൈൻ അല്ലേ, അപ്പൊ എ ഇ തന്നെയാണ് ബി ഡി. ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞു, ആ ട്രയാങ്കിൾ വെച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആംഗിൾ നോക്കുക. ബീറ്റ ആണ് ആദ്യത്തെ ആംഗിൾ എടുത്ത്. ഇനി രണ്ടാമത്തെ ആംഗിൾ ഏതാ? ആൽഫ. വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കേ. ആൽഫ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ നോക്കണേ. ബി സി ഡി അല്ലേ റൈറ്റ് ആംഗിൾ, അല്ലാതെ ബി സി ഇ റൈറ്റ് ആംഗിൾ അല്ലല്ലോ. നോക്കേ, ബി സി ഇ റൈറ്റ് ആംഗിൾ ആണോ? അല്ല. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ നോക്കുക. ബി സി ടി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബി സി ഡി എടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ആംഗിൾ ഇൻക്ലൂഡ് ആംഗിൾ ആൽഫ ഇല്ലേ, അപ്പൊ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഡി സി ഇല്ലേ. ഡി സി നമുക്ക് അറിയത്തില്ലല്ലോ, ഡി സി അറിഞ്ഞുകൂടാ. ഡി സി ഡിവൈഡഡ് ബൈ എന്താ? ബി ഡി. ഡി സി ഡിവൈഡഡ് ബൈ ബി ഡി. ബി ഡി നമ്മൾ എന്താ കണ്ടുപിടിച്ചു തൊട്ട് മുമ്പേ? 60 ഡിവൈഡ് ബൈ ടാൻ ബീറ്റ എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഈക്വൽ ടു ഡി സി ഡിവൈഡഡ് ബൈ 60 ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. 60 ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. ഈ ടാൻ ബീറ്റ എവിടെ പോകും? ഡിനോമിനേറ്റർ കിടക്കുന്നതല്ലേ, ഇവിടെ ഡിവിഷൻ അല്ലേ, ഇത് ഡിനോമിനേറ്റർ കിടക്കുന്നതല്ലേ, അതെവിടെ പോകും? ന്യൂമറേറ്ററിൽ പോകും. ഈക്വൽ ടു ഡി സി ടാൻ ബീറ്റ ഡിവൈഡഡ് ബൈ 60. ഡി സി ടാൻ ബീറ്റ ഡിവൈഡ് ബൈ 60. എൽ എച്ച് എസ് എന്താ? ടാൻ ആൽഫ. നമ്മൾ ആരെ കണ്ടുപിടിക്കാനാ പോകുന്നത്? ഡി സി. എന്താ ഡി സി കണ്ടുപിടിക്കാൻ പോകുന്നത്? എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഡി സി പ്ലസ് ഡി ഇ അല്ലേ. ഡി സി പ്ലസ് ഡി ഇ. ഡി ഇ എത്ര? ഡി സി പ്ലസ് ഡി ഇ ആണ്. എച്ച് ഈസ് ഈക്വൽ ടു ഡി സി പ്ലസ് ഡി ഇ എത്ര? ഡി ഇ ആണ്. ഡി ഇ എന്ന് പറയുന്നത് എ ബിക്ക് തുല്യം. ഡി സി പ്ലസ് 60 ഇല്ലേ. ഡി സി അല്ലേ ഇനി കണ്ടുപിടിക്കണ്ടേ? ആ ഡി സി ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഡി സി നമുക്ക് വേണം. അപ്പൊ ഡി സി ഈസ് ഈക്വൽ ടു ക്രോസ് ചെയ്യുക 60 ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. 60 ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. ശ്രദ്ധിച്ചോണേ, ഒന്നുകൂടെ പറയാം. ടാൻ ആൽഫ എഴുതി. ടാൻ ആൽഫ എങ്ങനെ എഴുതിയ? രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതാണ്, ട്രയാങ്കിൾ ബി സി ഡി എന്നാണ് എഴുതിയത്. നിങ്ങൾ ഈ ആംഗിൾ കിടക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ജസ്റ്റ് ആംഗിൾ അതുപോലെ ഇടുക. നമുക്ക് വാല്യൂ അറിഞ്ഞൂടെ, 30 60 ഒന്നും ഇല്ല. ആംഗിൾ അതുപോലെ ഉണ്ടായിട്ട് ആംഗിൾ അതുപോലെ ഇടുക. ടാൻ ആൽഫ എഴുതി, ഡി സി ബൈ ബി ഡി എന്ന് എഴുതി. ഡി സി ഡിവൈഡ് ബൈ ബി ഡിയുടെ സ്ഥാനത്ത് തൊട്ട് മുമ്പിലത്തെ ട്രയാങ്കിളിൽ നിന്ന് ബി ഡിയുടെ വാല്യൂ, ബി ഡി എയും തുല്യമാണ്. എങ്ങനെ ബി ഡി എയും തുല്യം അറിയാലോ, എയുടെ പാരലൈൻ തന്നെയാണ് ബി ഡി, തുല്യമാണ്. അപ്പൊ ബി ഡിയുടെ വാല്യൂ 60 ഡിവൈഡ് ബൈ ടാൻ ബീറ്റ. ബി ഡിയുടെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കുക? 60 ഡിവൈഡ് ബൈ ടാൻ ബീറ്റ ഇട്ട് കൊടുക്കുക. ഈ ടാൻ ബീറ്റ ഇവിടെ പോകും, ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ ഡി സി ടാൻ ബീറ്റ ഡിവൈഡ് ബൈ 60. നമുക്ക് ഡി സി ആണ് വേണ്ടത്, അപ്പൊ അത് മാത്രം ഒരു സൈഡ് ഇട്ടിട്ട് ബാക്കിയെല്ലാം ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകുക. അപ്പൊ ടാൻ ആൽഫ ആൻഡ് 60 ഇൻറ്റു ടാൻ ആൽഫ. ടാൻ ബീറ്റ ഡി സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, ഡിനോമിനേറ്റർ വരുമ്പോൾ ഡിവിഷൻ. ഇപ്പൊ ഡി സി ഇസ് ഈക്വൽ ടു 60 ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? എച്ച് വേണം. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു ഡി സിയുടെ വാല്യൂ എന്താ? 60 ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ ഇല്ലേ. 60 ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ബീറ്റ പ്ലസ് 60 ഇല്ലേ. ഡി സി പ്ലസ് 60 രണ്ട് എന്തോ കോമൺ എടുക്കാം, 60 കഴിഞ്ഞ് കോമൺ എടുക്കാം. അപ്പൊ 60 കോമൺ എടുത്താൽ ബാക്കി ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. ഇവിടുന്ന് 60 കോമൺ എടുത്താൽ ബാക്കി ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ബീറ്റ. ഇവിടുന്ന് 60 കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? പ്ലസ് 1. ഇത്രയേ ഉള്ളൂ ആൻസർ. ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. 60 ഇൻറ്റു ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ബീറ്റ പ്ലസ് 1. ആംഗിൾ ഉണ്ടായതുകൊണ്ട് ആംഗിൾ ഉത്തരം വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വരുന്നുണ്ടായിരിക്കും ഡൗട്ട്. ഇവിടെ വെച്ച് ആംഗിൾ ഇല്ലെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോയി കാണും. ഒന്നുമില്ല, ജസ്റ്റ് ഫിഗർ വരച്ചാൽ ഫിഗറിൽ നിന്ന് ചുമ്മാ ടാൻ എടുത്ത് മാത്രം കളിച്ചാൽ മതി നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലായി വിശ്വസിക്കുന്നു. തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് തന്നെയാണ്. നമ്മളിവിടെ ആംഗിൾസിൽ വാല്യൂ ഇല്ല, ആൽഫയിൽ നിന്നും ബീറ്റയിൽ നിന്ന് വന്നു. അപ്പോൾ ഉത്തരത്തിൽ എന്തോ വരും? ആൽഫയിൽ നിന്നും ബീറ്റയിൽ നിന്ന് വരും. അപ്പോൾ നമ്മളിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ എഴുതുക, എന്നിട്ട് തന്നെ ചെയ്ത് നോക്കുക. നോക്കി ചെയ്യരുത്, ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, ഞങ്ങൾ ആ സെക്ഷൻസ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നാലാമത്തെ ഞാനൊന്ന് വായിക്കാം. ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ 75 meter ഹൈ, ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ്
and the bottom of a pole standing on the same plane as the tower are observed to be 30 degree and 45 degree respectively. Find the height of the pole. എന്താ 75 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിന്റെ മണ്ടയിൽ നിന്ന് 75 മീറ്റർ ഉയരമുള്ള ഒരു ടവർ 75 മീറ്റർ ഉയരമുള്ള ഒരു ടവറിന്റെ മണ്ടയിൽ നിന്ന് ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ 75 മീറ്റർ ഹൈ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ബോട്ടം. നോക്കേ അവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ല, രണ്ട് ഡിപ്രഷൻ ഒരു എലിവേഷനിലും പറയുന്നില്ല, ശ്രദ്ധിച്ചോണേ. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ പോൾ സ്റ്റാൻഡിങ് ഓൺ ദി സെയിം പ്ലെയിൻ. ഈ ടവർ നിൽക്കുന്ന അതേ പ്ലെയിനിൽ എന്തോ നിൽക്കുന്നു, ഒരു പോള് നിൽക്കുന്നു. ആ പോള് രണ്ടും ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിനെ കാട്ടി കുറഞ്ഞ ഹൈറ്റ് അല്ലേ, ഇങ്ങനെ വലുതായിരുന്നെങ്കിൽ ബിൽഡിങ്ങിനെക്കാട്ടി വലിയ ഹൈറ്റ് ആയിരുന്നെങ്കിൽ ക്വസ്റ്റിനകത്ത് ഒരെണ്ണം ആംഗിൾ ഓഫ് എലിവേഷൻ തന്നേനെ. പക്ഷേ ക്വസ്റ്റിനകത്ത് ആംഗിൾ ഓഫ് എലിവേഷൻ വല്ലതും തന്നോ? ഇല്ല. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം രണ്ടും ഡിപ്രഷനാണ് തന്നിരിക്കുന്നത്. അപ്പൊ പോളിന്റെ ഹൈറ്റ് ബിൽഡിങ്ങിന്റെ ഹൈറ്റിനെ കാട്ടി ചെറുതാണെന്ന് മനസ്സിലായി. അവിടെ എന്താ, രണ്ടിന്റെ ഡിപ്രഷൻ ആണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പിലോട്ടും ഡിപ്രഷനിലാണ് നോക്കുന്നത്, ബോട്ടത്തിലോട്ടും ഡിപ്രഷനിലാണ് നോക്കുന്നത്. ടോപ്പിലോട്ടും ഡിപ്രഷനിലാണ് നോക്കുന്നത്, പിന്നെന്താ ബോട്ടത്തിലോട്ടും ഡിപ്രഷനിലാണ് നോക്കുന്നത്. അപ്പൊ ഇത് പോള് ടോപ്പിലോട്ട് നോക്കുന്ന ഡിപ്രഷൻ ഉണ്ട്, ബോട്ടത്തിലോട്ട് നോക്കുന്നുണ്ട്. ടോപ്പിലോട്ട് നോക്കുന്ന എത്ര? ആൻഡ് ബോട്ട് ഓഫ് എ പോൾ സ്റ്റാൻഡിങ് ഓൺ ദി സെയിം പ്ലെയിൻ ആസ് ദി ടവർ ആർ ഒബ്സർവ് ടു ബി 30 ഡിഗ്രി. ടോപ്പിലോട്ട് 30 ഡിഗ്രി, ബോട്ടത്തിലോട്ട് ഈ സെയിം പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രോബ്ലംസ് ആണ്, എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല. 30 ഡിഗ്രിയിലും 45 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി പോൾ. പോളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ എ ബി സി ഡി നമ്മൾ പേര് കൊടുത്തു. ഇനി നോക്കേ, 75 മീറ്റർ ഹൈ മനസ്സിലായി. 75 മീറ്റർ ബിൽഡിംഗ് നിൽക്കുമ്പോൾ പോളിന്റെ ഹൈറ്റ് എന്താ കൂടുതൽ മനസ്സിലായല്ലോ. എപ്പോഴും ബിൽഡിങ്ങിനായിട്ട് കുറഞ്ഞു നിന്നതാ. കാര്യം എന്താ, ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, രണ്ട് ഡിപ്രഷനില്ല. ആ പോളിന്റെ ടോപ്പിലോട്ട് നോക്കുന്നതും പോളിന്റെ ബോട്ടത്തിലോട്ട് നോക്കുന്നതും ഡിപ്രഷനിലാണ്. എലിവേഷനൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എലിവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ബിൽഡിങ്ങിന്റെ ഈ പോളിന്റെ ഹൈറ്റ് ബിൽഡിങ്ങിനെ കാട്ടി മേളിൽ പോയേനെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫിഗർ വരച്ചു. നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ 75 മീറ്റർ ഹൈ ഉണ്ട്, ഈ 75 മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിന് കറസ്പോണ്ടിങ് ഇവിടുത്തെ ഈ ലെങ്ത് അല്ലേ, ഇവിടെ ഒരു ഡോട്ടഡ് ഇട്ടാൽ ഈ ലെങ്ത് അല്ലേ 75 മീറ്റർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ കറസ്പോണ്ടിങ് ഇവിടെ ഒരു ഇതിന് കറസ്പോണ്ടിങ് ഉള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി മുതൽ എ ബി സി ഡി ഇ, ബി മുതൽ ഇ. ഓക്കെ, ഡി സിക്ക് ഡി സി കറസ്പോണ്ടിങ് ആയി ബി മുതൽ ഇ അല്ലേ. ഡി സി എത്രയാണ്, 75 ആണെങ്കിൽ ബി മുതൽ ഇ എത്ര, 75. നമുക്കത് വേണ്ട, നമുക്ക് എ ബി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നോക്കേ, രണ്ട് ട്രയാങ്കിൾ നോക്കുക. ഒന്നിതാ 45 ഡിഗ്രി മേക്ക് ചെയ്ത ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, 45 ഡിഗ്രി വെച്ചുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഏതാ, രണ്ട് ആംഗിൾസിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിയാൽ മതി. ഫസ്റ്റ് 45 ഡിഗ്രി വെച്ചുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക. അപ്പൊ ട്രയാങ്കിൾ ഏതാ, 45 ഡിഗ്രി എന്ന ട്രയാങ്കിൾ ഏതാ, റൈറ്റ് ആംഗിൾ വേണം. അപ്പൊ സി ബി ഇ അല്ലേ, ഇവിടെ റൈറ്റ് ആംഗിൾ വരത്തുള്ളൂ. അതുകൊണ്ട് സി ബി ഇ റൈറ്റ് ആംഗിൾ, ട്രയാങ്കിൾ സി ബി ഇ എടുത്തു. ട്രയാങ്കിൾ സി ബി എടുത്തു. ടാൻ എടുക്കുക, ടാൻ 45 ഡിഗ്രി. ടാൻ 45 എന്താ, ഓപ്പോസിറ്റ്. ഇവിടെ ഇത് റൈറ്റ് ആംഗിൾ അല്ലേ, അപ്പൊ ഇത് ഹൈപ്പോട്ടനീസ്. അപ്പൊ ടാൻ 45 ഓപ്പോസിറ്റ് എന്താ, ഈ ആംഗിൾ സി ബി ഇ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബിഇ ഡിവൈഡഡ് ബൈ സിഇ ഇല്ലേ, ബിഇ ഡിവൈഡഡ് ബൈ സിഇ. ബിഇ എത്ര, ബിഇ നമ്മുടെ കയ്യിലുണ്ട് 75 മീറ്റർ. കാര്യം എന്താ, സി ഡിക്ക് തുല്യമാണ്. അപ്പൊ 75 ഡിവൈഡഡ് ബൈ സിഇ എഴുതി. ഇപ്പൊ ടാൻ 45 നമുക്കറിയാം എത്ര, 1 ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ സിഇ. അപ്പൊ സിഇ ഈസ് ഈക്വൽ ടു 75 മീറ്റർ. സിഇ എന്ത് കിട്ടി, 75. അപ്പൊ സി മുതൽ ഇ എത്ര കിട്ടി, 75 മീറ്റർ ആണ് സിഇ കിട്ടിയത്. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാ, 30 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ. അതേ നോക്കേ, ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ തന്നെ വേണം. അപ്പൊ സി എ ഇ അല്ലേ, സി എ ഇ അല്ലേ 30 ഡിഗ്രി വരുന്നത്. ട്രയാങ്കിൾ സി എ ഇ 30 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ അല്ലേ. നോക്കേ, സി എ ഇ അതിന്റെ ഇൻക്ലൂഡ് ആംഗിളിൽ 30 ഡിഗ്രി. അവിടെ ടാൻ എടുത്തേ, ടാൻ 30 എടുത്തേ. ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്താ, അവിടെ എ ഇ ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സി ഇ, എ ഇ ഡിവൈഡഡ് ബൈ
സി എത്ര? ഇപ്പൊ സി കണ്ടുപിടിച്ചു എത്ര? 75. അപ്പൊ എ എത്ര? എ ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു tan 30. tan 30 എത്ര? 1/√3 എന്നറിയാം. അപ്പൊ 75 ഇൻറ്റു 1/√3 ഈക്വൽ ടു 75√3 മീറ്റർ. 75 / √3 മീറ്റർ നമുക്കറിയാമല്ലോ അത്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചു? എ ഇയും കണ്ടുപിടിച്ചു. നമുക്ക് എന്താ വേണ്ടേ? എച്ച് അല്ലേ വേണ്ടേ? അപ്പൊ എച്ച് എങ്ങനെ കിട്ടുന്നത് നോക്കേ. എച്ച് കണ്ടുപിടിക്കാൻ വലുതിൽ നിന്ന് ബിഇയിൽ നിന്ന് എ കുറച്ചാൽ പോരെ? എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ബി മുതൽ ഇയിൽ നിന്ന് എ കുറച്ചാൽ പോരെ? അപ്പൊ എച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ബി മുതൽ ഇയിൽ നിന്ന് എ മുതൽ ഇ കുറയ്ക്കുക. ബി മുതൽ ഇയിൽ നിന്ന് എ മുതൽ ഇ കുറയ്ക്കുക. ബി മുതൽ ഇ എത്ര? ബി മുതൽ ഇ എത്ര? 75. ബി മുതൽ ഇ 75 മൈനസ് എ മുതൽ ഇ എത്ര? 75/√3. 75 ഡിവൈഡഡ് ബൈ √3. രണ്ടിൽ എന്തോ കോമൺ എടുക്കാം? 75 കോമൺ എടുക്കാം. ബാക്കി എന്തുകൊണ്ട്? 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3. 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3. ഓക്കെ, എന്തോ ചെയ്തേ? നമുക്ക് എച്ച് ആണ് വേണ്ടത്. എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ബിഇയിൽ നിന്ന് എ കുറച്ചാൽ പോരെ? ബിഇയിൽ നിന്ന് എ കുറച്ചാൽ മതി. അപ്പൊ ബിഇ എന്നറിയപ്പെടുന്ന 75, എ എന്നറിയപ്പെടുന്ന 75/√3. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം. 75 ഇൻറ്റു √3 എന്ന് ക്രോസ് ചെയ്താണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ക്രോസ് ചെയ്യാം. 75 ഇൻറ്റു √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 എഴുതി നിർത്താം. √3 മീറ്റർ. √3യുടെ വാല്യൂ 1.73 നമുക്കറിയാം. കുറച്ച് വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഫിഗർ വരച്ചേ ഉള്ളൂ. ഫിഗറിൽ നിന്ന് മാത്രം ഹൈറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഫിഗർ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഡൗട്ട് ഉള്ളത് പോൾ എന്ന് പറയുന്നത് ബിൽഡിങ്ങിനെക്കാട്ടി വലുതാണോ ചെറുതാണോ മാത്രം ആലോചിച്ചാൽ മതി. അത് ക്വസ്റ്റ്യൻ വായിക്കാൻ മനസ്സിലാവും. എന്താ? ആൻഡ് പോളിന്റെ ടോപ്പിലും പോളിന്റെ ബോട്ടത്തിലും നോക്കുന്നത് ഡിപ്രഷനിലാണ്, ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും പോളിന്റെ ഹൈറ്റ് താഴോട്ട് വരച്ചിട്ട് ആംഗിൾ ഓഫ് ടോപ്പിൽ 30 ഡിഗ്രി ഡിപ്രഷനിൽ ബോട്ടത്തിൽ 45 ഡിഗ്രി ഡിപ്രഷനിൽ നോക്കിയത്. ജസ്റ്റ് പിന്നെ ഒന്നും എടുത്തില്ല. നമ്മൾ ട്രയാങ്കിൾ, രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കി. എന്താ ട്രയാങ്കിൾ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ നോക്കുക. ഈ രണ്ട് ഇൻക്ലൂഡ് ആംഗിൾ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കി എഴുതി കറസ്പോണ്ടിങ് ടാൻ എഴുതിയിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അത് കണ്ടുപിടിച്ചു. എന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്തു? ബിയിൽ നിന്ന് എ കുറച്ചു. എന്താ ബിയിൽ നിന്ന് എ കുറച്ച്? നമുക്ക് ഈ എ ബി ആണ് വേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ബി മുതൽ ഇയിൽ നിന്ന് എ മുതൽ ഇ കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് ബിയിൽ നിന്ന് എ കുറച്ചു. 75 മൈനസ് 75/√3 ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഒന്നുമില്ല, എളുപ്പമായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കാത്തതിന്റെ കുഴപ്പം മാത്രമാണ്. ക്വസ്റ്റ്യൻ ഫിഗർ നല്ലോണം വരച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് നിങ്ങൾ ചുമ്മാ ടഫാന്ന് വിചാരിച്ചിരിക്കരുത്. ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ജസ്റ്റ് ട്രിഗണോമെട്രി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാൻ ഇടുന്നതുകൊണ്ടാണ് ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻസിലോട്ട് വരുന്നത്. നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലെ 5ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 5ാമത്തെ ക്വസ്റ്റ്യൻസോട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ സെറ്റ് 2 തന്നിരുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 5ാമത്തെ ക്വസ്റ്റ്യൻസ് കൊണ്ട് ഇന്നത്തെ ക്ലാസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നമുക്ക് തന്നിരുന്ന സെറ്റ് 2 ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ തന്നിരുന്ന 5ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. എ 10 meter ലോങ് ഫ്ലാഗ് സ്റ്റാഫ് ഈസ് ഫിക്സ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് എ ടവർ ഓൺ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. എന്താ? ഒരു ടവറിന്റെ മണ്ടയിൽ 10 മീറ്റർ ഉള്ള ഒരു ഇത് നിൽപ്പുണ്ട്, ഒരു ഫ്ലാഗ് നിൽപ്പുണ്ട്, ലോങ് സ്റ്റാഫ് ഫ്ലാഗ് നിൽപ്പുണ്ട്. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ടിൽ നിന്ന് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി ഫ്ലാഗ് സ്റ്റാഫ്. താഴെ നിന്ന് ഒരാൾ ആ ഫ്ലാഗ് സ്റ്റാഫിന്റെ ടോപ്പിലോട്ടും ബോട്ടത്തിലോട്ടും നോക്കുന്നുണ്ട്. ടോപ്പിലോട്ട് നോക്കുന്നത് 60 ഡിഗ്രിയിലും ബോട്ടത്തിലോട്ട് നോക്കുന്നത് 45 ഡിഗ്രിയിലും. ചോദിച്ചിട്ടുള്ളത് ടവറിന്റെ ഹൈറ്റ്. അപ്പൊ നോക്കിയ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടവർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഒരു ടവർ ഉണ്ടായിരുന്നു. ഇതാണല്ലോ ടവർ. ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവറിന്റെ മണ്ടിൽ എന്തുണ്ട്? ഒരു ഫ്ലാഗ് ഉണ്ട്. ഒരു ഫ്ലാഗിന്റെ സ്റ്റാഫ് ഇരിപ്പുണ്ട്. ഈ ഫ്ലാഗ് സ്റ്റാഫിലോട്ട് ആര് നോക്കുന്നു? ബോട്ടത്തിൽ നിന്ന് താഴെ നിന്ന് ഒരാൾ നോക്കുക. താഴെ നിന്ന് ഒരാൾ ഫ്ലാഗ് സ്റ്റാഫിന്റെ ആദ്യം ഇങ്ങോട്ട് നോക്കുന്നു, ടോപ്പിലോട്ട് നോക്കുന്ന ആംഗിൾ എത്ര? 60 ഡിഗ്രി. ഇതിന്റെ ടോപ്പിലോട്ട് 60 ഡിഗ്രിയിലും അതേ ഫ്ലാഗ് സ്റ്റാഫിന്റെ ബോട്ടത്തിലോട്ട്, ഇതിന്റെ ബോട്ടത്തിലൂടെ എത്ര ഡിഗ്രിയിൽ നോക്കുന്നു? 45 ഡിഗ്രിയിൽ നോക്കുന്നു. ഈ ഫ്ലാഗ് സ്റ്റാഫിന്റെ നീളം തൊട്ടുണ്ടല്ലോ 10 മീറ്റർ ആണ് ഫ്ലാഗ് സ്റ്റാഫിന്റെ നീളം. ഇത്രയേ ഉള്ളൂ ഫിഗർ. ജസ്റ്റ് നോക്കേ, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, അതുപോലെ ഫിഗർ വരച്ചു. ഇതിന് നമ്മൾ അല്ലാതെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ബേസ് ഉണ്ടായിരുന്നു, ടവറിന് ജസ്റ്റ് ഒരു ഹൈറ്റ്, ടവറിന്റെ ഒരു ഹൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് മേപ്പോട്ട് ഒരു ഫ്ലാഗ് സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ 2 ഹൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ ഇത് എ കൊടുക്കാം, ബി കൊടുക്കാം, സി. ബി സി ആയിരുന്നു ടവർ, എ ബി ആയിരുന്നു ഫ്ലാഗ് സ്റ്റാഫ്.
ഇനി ഈ എയിൽ ടോപ്പ് എയിലോട്ട് നോക്കി എത്ര ഡിഗ്രി നോക്കി 60 ഡിഗ്രിയിൽ എയിലോട്ട് നോക്കി, ബിയിലോട്ട് എത്ര നോക്കി 45 ഡിഗ്രി. 45ൽ ക്വസ്റ്റ്യൻ തന്നിരുന്നേ. ഓക്കെ, 45 ഡിഗ്രിയിൽ ബിയിലോട്ട് നോക്കി. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ബി സി കണ്ടുപിടിക്കണം, എച്ച് കണ്ടുപിടിക്കണം. എ ബി ക്വസ്റ്റ്യൻ എന്തുണ്ട് തന്നിട്ടുണ്ട്, 10 മീറ്റർ എ ബി തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ എ ബി സി ഡി പേര് കൊടുത്തു. ഈ ഫിഗർ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാ, ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാ. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക. നമുക്കറിയാം എന്താ 45 ഡിഗ്രിയിൽ 60 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 45 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കാം. 45 റൈറ്റ് ആംഗിൾ എന്ന് പേര് പറഞ്ഞേ, ഡി സി ബി അല്ലേ. അപ്പൊ ട്രയാങ്കിൾ ഡി സി ബി എഴുതി, ട്രയാങ്കിൾ ഡി സി ബി എഴുതി. tan 45 equal to tan 45 is equal to CB divided by CD അല്ലേ. CB divided by CD. CB നമ്മൾ എന്താ വിളിച്ചത്? H divided by CD. tan 45 വാല്യൂ 1 equal to H divided by CD. implies H എന്ന് പറഞ്ഞാൽ എന്താ? CD ക്ക് ഈക്വൽ ആണ്. H is equal to CD എന്നാണ് ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് ചെയ്തത്. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എന്താ? ഡി എ സി അല്ലേ. രണ്ടാമത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഡി എ സി എടുത്തത്. ട്രയാങ്കിൾ ഡി എ സി എടുത്തു. ആംഗിൾ എത്ര? tan 60 ഉണ്ട്. അപ്പൊ tan 60 എഴുതി. tan 60 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എ സി അല്ലേ. എ സി ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് ഡി സി. എ സി ഡിവൈഡഡ് ബൈ ഡി സി. എ സി എത്ര? എ സി എന്നറിയപ്പെടുന്നത് 10 പിന്നെ പ്ലസ് എച്ചും. എ സി എന്നറിയപ്പെടുന്നത് 10 പ്ലസ് എച്ച് ആണ് എ സി. ഡി സി എത്ര അറിയാവോ? ഇല്ല. പക്ഷെ ഡി സി സി ഡി, ഡി സി സി ഡി ഇല്ല. അത് എത്ര ഇട്ടിരിക്കുന്നത്? എച്ച് ആണ് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചു. അപ്പൊ ഡി സി എത്ര? എച്ച് തന്നെ വന്നു. tan 60 എന്നുള്ള വാല്യൂ എന്താ? ഇവിടെ ഡി സി എച്ചിന്റെ കാര്യം എന്താ? തൊട്ട് മുമ്പിൽ നമ്മൾ ആ ഡി സി സി ഡി എന്നല്ലേ ഡി സി എച്ച് എന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഡി സിയുടെ സ്ഥാനത്ത് എച്ച് ഇട്ട് കൊടുത്തത്. tan 60 നമുക്കറിയാലോ എത്ര? tan 60 എന്ന് അറിയപ്പെടുന്ന √3. അപ്പൊ √3 is equal to 10 plus h divided by h. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 plus h divided by h. ക്രോസ് ചെയ്യുമ്പോൾ √3h is equal to എന്താ? 10 plus h. √3h is equal to 10 plus h. ഈ എൽ എച്ച് എസ് എച്ച് ആർ എച്ച് എസ് കിടക്കുന്ന എച്ച് എൽ എച്ച് എസ് കൊണ്ടുവരിക. അപ്പോൾ √3h മൈനസ് എച്ച് ഈക്വൽ ടു 10. രണ്ട് എന്തോ കോമൺ എടുക്കാം? എച്ച് കോമൺ എടുക്കാം. ബാക്കിയുള്ളത് √3 മൈനസ് 1 ഈക്വൽ ടു 10. എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് അല്ലേ. എച്ച് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1, അത്രയും മീറ്റർ. ഇത് ഇനി സിംപ്ലിഫൈ ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇത്ര എഴുതിയാലും മതി. എച്ച് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ √3 മൈനസ് 1. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എച്ച് കണ്ടുപിടിച്ചു. ഒന്നുമില്ല, ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരുന്നതാണ്, നിങ്ങൾ മനഃപൂർവ്വം അറ്റൻഡ് ചെയ്യാതിരുന്നതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര പാടില്ല നിങ്ങൾക്ക്. കാരണം ക്ലാസ് കണ്ടാൽ നമുക്ക് ഇതിനെക്കാട്ടി ടഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ സാരമില്ല, നിങ്ങൾ അടുത്ത ടെസ്റ്റ് പേപ്പറിൽ ഇങ്ങനെ കാണിക്കരുത്. അടുത്ത ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ ഇതോടെ നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സെറ്റ് 2 എന്ന് നിങ്ങൾക്ക് എക്സാം തന്നതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്ര 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയുക. ഞങ്ങളത് നിങ്ങൾക്ക് തന്നെ അതിന്റെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ട് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഇന്നത്തെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിന്റെ നിങ്ങൾക്ക് ഡൗട്ടുള്ള സെക്ഷൻസ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.